നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ യുവാവിന്റെ മരണത്തിൽ മനംനൊന്താണത്രേ +1 വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്തതെന്ന്. മാതാപിതാക്കന്മാർ എപ്പോഴും മൊബൈൽ ഫോൺ വാങ്ങി അങ്ങ് കൊടുക്കും. പിന്നീട് എന്താണ് ഇവർ ഇതിൽ ചെയ്യുന്നതെന്നോ എന്താണ് ഇവർ ഇതിൽ കാണുന്നതെന്നോ തിരക്കില്ല. നോക്കുമ്പോൾ യൂട്യൂബിൽ ചില റീൽസ് കാണുന്നുണ്ട്, ചിലപ്പോൾ റീൽസ് ക്രിയേറ്റ് ചെയ്തിടാറുമുണ്ട്. എന്നാൽ ഇവർ ആരുടെയൊക്കെയാണ് സംസാരിക്കുന്നോ ചാറ്റ് ചെയ്യുന്നോ അറിയില്ല. എന്നാൽ ഈ കുട്ടി +1 വിദ്യാർത്ഥിനിയായ ഈ കുട്ടി കഴിഞ്ഞ കുറേ നാളുകളായി ഒരാളോട് ചാറ്റ് ചെയ്യുന്നുണ്ട്. അത് കൊറിയൻകാരനാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇയാൾ മരിച്ചു. തുടർന്ന് ഈ കുട്ടി മനംനൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. തിരുവാങ്കുളം മാമല കാക്കാട് സ്വദേശി മഹേഷ് രമ്യ ദമ്പതികളുടെ ഏക മകൾ ആദിത്യയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ വീടിന് സമീപത്തെ ശാസ്തമുകൾ ഭാഗത്തുള്ള പാറമടയിലെ വെള്ളക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, രാവിലെ പതിവ് പോലെ സ്കൂൾ യൂണിഫോം ധരിച്ച് ഉച്ചഭക്ഷണവും കരുതി സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ആദിത്യ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പാറമടയുടെ കരയിൽ സ്കൂൾ ബാഗ് ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് പരിശോധന നടത്തിയത്. തുടർന്ന് വെള്ളത്തിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ആദിത്യയുടെ ബാഗിൽ നിന്നും പോലീസ് ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തി. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ യുവാവ് ജനുവരി 19 മരിച്ചെന്നും ആ വേർപാടിൽ മനംനൊന്താണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നുമാണ് കുറിപ്പിലുള്ളത്. ചോറ്റാനിക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട്. ആദിത്യയുടെ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കുട്ടി പറഞ്ഞ കൊറിയൻ യുവാവ് യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടോ? ഈ സൗഹൃദത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? മരണത്തിലേക്ക് നയിച്ച മറ്റ് പ്രേരണകൾ എന്തെങ്കിലും ഉണ്ടോ? തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുട്ടി പറഞ്ഞ കൊറിയൻ യുവാവ് യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടോ? ഈ സുഹൃത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ ആണ് അറിയേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഈ കൊറിയൻ യുവാവുമായി കുട്ടി എങ്ങനെയാണ് ചാറ്റ് ചെയ്തത്? ഈ കൊറിയൻ യുവാവ് മരിച്ചു എന്ന് കുട്ടി എങ്ങനെയാണ് അറിയുന്നത്? തുടങ്ങിയ നിരവധി ദുരൂഹതകളും ചോദ്യങ്ങളും ഉണ്ട്. മരണത്തിന് മറ്റാർക്കെങ്കിലും പ്രേരണകൾ ഉണ്ടോ എന്നടക്കമുള്ളവ കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. എന്തായാലും പോലീസ് പ്രധാനമായും അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 16-കാരിയുടേതെന്ന് കരുതുന്ന കുറിപ്പാണ് കണ്ടെത്തിയത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്ത് അപകടത്തിൽ മരിച്ചെന്ന വിവരം ലഭിച്ചെന്നും ഇതിന്റെ വിഷമം സഹിക്കാൻ കഴിയുന്നില്ല എന്നുമാണ് കത്തിലുള്ളത്. എന്നാൽ പെൺകുട്ടിയുടെ ഫോൺ കൂടി പരിശോധിച്ചാലേ എന്താണ് നടന്നത് എന്നറിയാൻ കഴിയൂ എന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. 4 പേജുള്ള കുറിപ്പ് ലഭിച്ച കാര്യം ചോറ്റാനിക്കര പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലാണ് കൊറിയൻ ആൺസുഹൃത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരമുള്ളത്. ഇതിൽ മനംനൊന്ത് ജീവനൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഫോൺ പരിശോധിച്ച ശേഷം തീർപ്പിലെത്താമെന്നാണ് പോലീസിന്റെ നിലപാട്. ഫോൺ ലോക്ക് ആയതിനാൽ ഇത് തുറക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. സ്കൂളിലേക്ക് പോകാൻ രാവിലെ 7:45 വീട്ടിൽ നിന്നും ഇറങ്ങി തിരുവാണിയൂർ കാക്കാട് കരയിൽ താമസിക്കുന്ന +1 വിദ്യാർത്ഥിനിയെയാണ് കുറച്ചു സമയത്തിന് ശേഷം വീടിനടുത്തുള്ള പാറമടയിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചോറ്റാനിക്കര ഗവൺമെന്റ് VHSലെ വിദ്യാർത്ഥിനിയാണ്. കുട്ടിയുടെ ബാഗും പുസ്തകങ്ങളും ലഞ്ച് ബോക്സും കരയിൽ വെച്ച നിലയിലായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഈ പാറമടയ്ക്ക് ഏകദേശം 400 അടിയോളം ആഴവുമുണ്ട്. കിണർ നിർമ്മാണ തൊഴിലാളിയായ പിതാവിന്റെയും മാതാവിന്റെയും ഏക മകളാണ് മരിച്ച വിദ്യാർത്ഥിനി. എന്തായാലും ആ അമ്മയ്ക്കും അച്ഛനും തീരാ നഷ്ടമായി മാറിയിരിക്കുകയാണ്. ഒറ്റ മോളാണ് എന്നതുകൂടി ആ കുട്ടി മറക്കാതെ, അമ്മയും അച്ഛനെയും പോലും ഒരു നിമിഷം ഓർക്കാതെ ആ കുട്ടി മരിച്ചിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇതിന് പിന്നിലുള്ള മറ്റ് പ്രേരണകൾ എന്തെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ളവ പോലീസ് പരിശോധിക്കും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതിജീവിക്കാൻ ശ്രമിക്കുക. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. ടോൾ ഫ്രീ നമ്പർ അടക്കമുള്ളവയുണ്ട്. 1056 എന്നിവയിൽ വിളിച്ച നിങ്ങൾക്ക് മാനസികാരോഗ്യത്തിന് നിങ്ങൾക്ക് വീണ്ടെടുക്കാം. അങ്ങനെ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത കൂടി വരേണ്ടതുണ്ട്.